ദേവി മഹാത്മ്യം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സുമേധസ് മഹർഷിയുടെ അടുത്ത് രാജാവും വൈശ്യനും കൂടെ തൻ്റെ കഥകളെല്ലാം തൻ്റെ അവസ്ഥകളെല്ലാം പറയുന്ന ഭാഗമാണ്. സുരഥ മഹാരാജാവ് സമാധി എന്ന് പറയുന്ന വൈശ്യനും സുരഥൻ എന്ന രാജാവും കൂടെ സുമേധസ് മഹർഷിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ സുമേധസ് മഹർഷി എന്താണ് അവരോട് പറഞ്ഞത് എന്ന് പറയാം. മഹർഷി പറയുകയാണ്, ഋഷിരുവാച 35-ാമത്തെ ശ്ലോകം. ഋഷി രുവാച ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർവിഷയഗോചരേ വിഷയച്ച മഹാഭാഗ യാതി ചൈവം പൃഥക് പൃഥക്. ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർവിഷയേ വിഷയഗോചരേ വിഷയച്ച മഹാഭാഗ യാതി ചൈവം പൃഥക് പൃഥക്. ഋഷി പറഞ്ഞു, സമസ്തസ്യ ജന്തോ എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവികൾക്കും, സമസ്തസ്യ ജന്തോ എല്ലാ ജന്തുക്കൾക്കും എല്ലാ ജീവികൾക്കും എല്ലാ പ്രാണികൾക്കും, വിഷയഗോചരേ ശബ്ദാദി വിഷയങ്ങളില് വിഷയഗോചരേ വിഷയങ്ങളില് ജ്ഞാനം അസ്തി ജ്ഞാനമുണ്ടാകുന്നു, ജ്ഞാനമസ്തി. മഹാഭാഗ അല്ലയോ മഹാഭാഗ, വിഷയച്ച ആ വിഷയജ്ഞാനം ഏവം പൃഥക് പൃഥക് യാതിച്ച ഇങ്ങനെ പല വിധത്തിലാകുന്നു. ആ വിഷയജ്ഞാനം എന്ന് പറയുന്നത് പല വിധത്തിലാകുന്നു. ഇപ്പോൾ ഒരു ജീവിക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെയല്ല മറ്റ് ജീവിക്ക് ഉണ്ടാകണം എന്നില്ല. വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും എല്ലാ ജീവികൾക്ക് ജ്ഞാനമസ്തി ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒന്നിനെയും കുറവോ കൂടുതലോ ആയിട്ട് കാണണ്ട. എല്ലാ ജീവികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അറിവുകൾ, ജ്ഞാനം, ബോധം ഉണ്ടാകുന്നുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യം. നമ്മുടെ അനുഭവത്തിൽ അറിയാലോ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളുമൊക്കെ നമ്മളുടെ സാമീപ്യം, നമ്മളുടെ അടുത്ത് വരവ്, അല്ലെങ്കിൽ അതിനിഷ്ടമുള്ള ജീവികളുടെ ശബ്ദം, അതുങ്ങളുടെ തന്നെ ശബ്ദം, ഇങ്ങനെയെല്ലാം തിരിച്ചറിയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കാണുന്നതാണ്. ഇതെല്ലാം ഒരു തരത്തിൽ ജ്ഞാനമാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ പ്രാണികൾക്കും, സമസ്തസ്യ ജന്തോ എല്ലാ പ്രാണികൾക്കും ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്, ജ്ഞാനമസ്തി ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് എന്ന് ഋഷി പറയാണ്. അപ്പം ജ്ഞാനം നമുക്ക് മാത്രമല്ല, എല്ലാ അറിവും ഉണ്ടായിട്ട് അല്ലേ. ഇവിടെ എങ്ങനെ പറയുന്നതാണ്, ഞങ്ങൾക്ക് വിവേകമില്ലാത്തതിൻ്റെ മൂഢത്വം അല്ലെങ്കിലും ഞങ്ങൾ ജ്ഞാനികളായ ഞങ്ങൾക്ക്, അവിടെയാണ് ഇങ്ങനെ ജ്ഞാനിനോ അഭി എന്ന് 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഞങ്ങൾ ജ്ഞാനികളാണ്, എന്നിട്ടും ഞങ്ങൾക്ക് മമത്വം ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണെന്നാണല്ലോ ചോദ്യം. ഞങ്ങളെ ഇഷ്ടമല്ലാത്തവരിൽ ഞങ്ങൾക്ക് മമത്വം ഉണ്ടാകുന്നു എന്നല്ലേ ചോദ്യം. ഞങ്ങൾ ജ്ഞാനികളാണെന്ന് പറയുന്നുണ്ടല്ലോ, ജ്ഞാനിനോ അഭി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഋഷി പറയുന്നത്, ജ്ഞാനം നിങ്ങൾക്ക് മാത്രമല്ല, മറിച്ചോ വിഷയഗോചരെ ജ്ഞാനം അസ്തി ശബ്ദാദി വിഷയങ്ങളിലെ ജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെ? സമസ്തസ്യ ജന്തോ എല്ലാ ജന്തുക്കൾക്കും. എന്നിട്ടോ 36-ാമത്തിൽ പറയാണ്, ദിവാന്ത പ്രാണിന കേചിദ്രാത്രവന്തസ്തദാപരേ കേചിദ്ദിവത്തധാരാത്രൗ പ്രാണീനസ്തുല്യദൃഷ്ടയഃ. ദിവാന്ത പ്രാണീന കേചിദ്രാത്രാവന്തസ്തദാപരേ കേചിദ്ദിവത്തധാരാത്രൗ പ്രാണീനസ്തുല്യദൃഷ്ടയാ. കേച്ചിൽ പ്രാണിന ചില പ്രാണികൾക്ക്, കേജിൽ പ്രാണിന ചില പ്രാണികൾക്ക്, ദിവാന്ത അവരെങ്ങനെയാണ്? ദിവാന്തന്മാരാണ്. പകൽ
അന്ധന്മാരാണ്, കാണാൻ കഴിയില്ല. തഥാപരേ അതുപോലെ മറ്റു ചിലരോ, തഥാപരേ മറ്റു ചിലരോ രാത്രവും അന്ധ, രാത്രിയിൽ കാണാൻ കഴിയില്ല. കേചിൽ പ്രാണിന തഥാ ചില പ്രാണികൾ അതുപോലെ ദിവരാത്രവും തുല്യദൃഷ്ടയ പകലും രാത്രിയും തുല്യദൃഷ്ടയ ഒരേപോലെ കാണാൻ കഴിയുന്നവരാകുന്നു. അല്ലേ? ചിലർക്ക് രാത്രി കാണാൻ കഴിയില്ല, ചിലർക്ക് പകൽ കാണാൻ കഴിയില്ല. ചില ജീവികൾക്ക് രാത്രിയും പകലുമൊക്കെ കാണാൻ കഴിയും. അവർക്കെല്ലാം അവരുടേതായ ജ്ഞാനം ഉണ്ടാകുന്നത് കൊണ്ടാണ് കാഴ്ചയെന്നും ശബ്ദമെന്നുമുള്ള ബോധമെല്ലാം ജീവികൾക്കുണ്ടാകുന്നത്. ജ്ഞാനത്തിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ബോധം ചെറിയ തോതിലോ അല്ലെങ്കിൽ അതിൻ്റെ അളവുകളിലുള്ള വ്യതിയാനങ്ങളിലോ ആണെങ്കിൽ പോലും എല്ലാ ജീവികളും ജ്ഞാനമുള്ളവരാണ്. ദിവാന്ത പ്രാണിന കേചിദ്രാത്രവന്തസ്തദാപരെ കേചിദ് ദിവാ തദരാത്രോ പ്രാണീനസ്തുല്യദൃഷ്ടയാ ചിലർക്ക് രാത്രിയോ പകലോ അല്ലെങ്കിൽ ചിലർക്ക് രാത്രിയും പകലും ഒക്കെ കണ്ണ് കാണാൻ കഴിയും. എല്ലാ ജീവികൾക്കും ജ്ഞാനം ഉണ്ട്. 37 ശ്ലോകം പറയാണ്, ജ്ഞാനിനോ മനുജ സത്യം കിന്നുദേന ഹി കേവലം യദോ ഹി ജ്ഞാനിനാ സർവേ പശുപക്ഷി മൃഗാദയ. ജ്ഞാനിനോ മനുജ സത്യം കിന്നുദേന ഹി കേവലം യദോ ഹി ജ്ഞാനിനാ സർവേ പശുപക്ഷി മൃഗാദയ. മനുജാജ്ഞാനിന മനുഷ്യൻ ജ്ഞാനികളാകുന്നു. ജ്ഞാനിനോ മനുജാഹ മനുഷ്യൻ ജ്ഞാനികളാകുന്നു. സത്യം അത് സത്യം തന്നെയാണ്. ജ്ഞാനിനോ മനുജ സത്യം, ജ്ഞാനിനോ മനുജ സത്യം, മനുജ ജ്ഞാനിന സത്യം, മനുജൻ ജ്ഞാനികളാകുന്നു എന്ന കാര്യം സത്യമാണ്. കിം തുതേ കേവലം നഹി എന്നാൽ അതുമാത്രമല്ല. യഥാ എന്തുകൊണ്ടെന്നാൽ കിം തു തേ കേവലം നഹി എന്നാൽ അതുമാത്രമല്ല. യഥാ എന്തുകൊണ്ടെന്നാൽ സർവ പശുപക്ഷി മൃഗാദയ എല്ലാ പശുപക്ഷി മൃഗങ്ങൾക്കും ജ്ഞാനിനാഹി ജ്ഞാനികൾ തന്നെയാണ്. പശുക്കളും പക്ഷികളും മൃഗങ്ങളുമൊക്കെ ജ്ഞാനികളാണ്. അവർ അവരുടേതായ രീതിയിൽ ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലേ? അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ അറിയുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെക്കാൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് പശുപക്ഷി മൃഗാദികൾ. അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടു. വയനാടൊക്കെ ആ ദുരന്തം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആനകൾ കൂട്ടമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്ന് ഒരു ഭാഗത്ത്. ആനകളൊന്നും അവിടെ പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അവർക്കെല്ലാം നമ്മളെക്കാൾ ഭംഗിയായി അവർക്ക് ജ്ഞാനമുണ്ട് അവരുടേതായ രീതിയിൽ. അപ്പോൾ ജ്ഞാനം പല വിധത്തിലാണെന്നേ ഉള്ളൂ. ഇവർക്കും ജ്ഞാനമുണ്ട്. മനുഷ്യൻ ജ്ഞാനികളാണെന്നത് സത്യമാണെങ്കിലും സർവ പശു വൃക്ഷ മൃഗാദയാ ജ്ഞാനിനാകി അവരും ജ്ഞാനികൾ തന്നെ ആണ്, ഒരു സംശയവും ഇല്ല. ഇനി നമുക്ക് 38 ഇത് സുമേധസ് മഹർഷി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. സുരഥ മഹാരാജാവിനും സമാധി എന്ന പേരായ വൈശ്യനും പറഞ്ഞു കൊടുക്കുന്ന ജ്ഞാനോപദേശമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യർ ജ്ഞാനികളാണ് എന്ന അഹങ്കാരത്തിന് കിട്ടുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകണം. ദേവി മഹാത്മ്യം ഓരോ ശ്ലോകവും അതിൻ്റേതായ അർത്ഥത്തിൽ ആഴത്തിൽ ചിന്തിക്കണം. ഈ കേട്ടത് മാത്രമല്ല, ഓരോ പ്രാവശ്യം നമ്മൾ ദേവി മഹാത്മ്യത്തിൻ്റെ ശ്ലോകം വായിച്ച് അതൊന്ന് ആലോചിച്ചാൽ അതിൽ നിന്ന് പുതിയതായി ഓരോ പ്രാവശ്യം കിട്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ അനശ്വരമായി നിലനിൽക്കുന്നത്. ഒരിക്കലും തീരാതെ ഒരിക്കലും നശിക്കാതെ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്നും പുതുമയുള്ളത് കൊണ്ടാണ്. ഓരോ നിമിഷവും പുതുമയുള്ളതായിരിക്കും. ഞാനിത് വായിക്കുമ്പോൾ കാണുന്ന അർത്ഥമായിരിക്കില്ല വേറൊരാൾ വായിക്കുമ്പോൾ കാണുന്നത്, വേറൊരാൾ കാണുന്ന അർത്ഥമായിരിക്കില്ല മറ്റൊരാൾ വായിക്കുമ്പോൾ കാണുന്നത്. പൊതുവായ അർത്ഥങ്ങൾ എല്ലാം ആണെങ്കിലും ആന്തരികമായി ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന അനുഭവങ്ങൾ, ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ജ്ഞാനങ്ങൾ, ഓരോ വ്യക്തികളുടെ മനസ്സിനും ഉണ്ടാകുന്ന ഉണർവുകൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തർക്കും ഇത് പുതിയ ജ്ഞാനമായി, പുതിയ അറിവായി, പുതിയ പ്രവൃത്തികളായി നീങ്ങുന്നതിനുള്ള പ്രചോദനമായതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും അനശ്വരങ്ങളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ സ്വയം മനനം ചെയ്യുക. ഈ കേൾക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു പ്രാഥമികമായി കരുതിയിട്ട്
നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അനുഭവത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് മനനം ചെയ്യുമ്പോഴാണ് ദേവി മഹാത്മ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 38-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം കാണാം. അമ്മേ.